മീനു ലക്ഷ്മിയുടെ മെറ്റേണിറ്റി ഫോട്ടോഷൂട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഷൂട്ടിലേക്ക് പോയാലോ? ഈ ഷൂട്ടിൻ്റെ ലൊക്കേഷൻ വരുന്നത് എൻ്റെ സ്വന്തം ഫ്ലാറ്റ് തന്നെയാണ്. ശിവയാണ് നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ്. ശിവ രാവിലെ തന്നെ എത്തി എന്നെ മേക്കപ്പ് ചെയ്യുമായിരുന്നു. പിന്നെ ഷൂട്ടിന് വേണ്ടിയിട്ടുള്ള വീണയൊക്കെ ഞാൻ റെൻ്റ് എടുത്തതാണ്. നിന്റെ ഹാർഡ് വർക്ക് ഞാൻ സമ്മതിച്ചിരിക്കുന്നത് സൂപ്പറായിട്ടുണ്ട്. ഇത്രയും പ്രതീക്ഷിച്ചില്ല നീ പറഞ്ഞെങ്കിലും. ഇനി ഞാൻ 100 രൂപയാണ് തരാമെന്ന് പറഞ്ഞു. ഇത്ര അഭിനയം വേണ്ട. അങ്ങനെ ഓരോന്ന് സംസാരിച്ചിരുന്നപ്പോൾ മീനും ഹസ്ബൻഡും വന്നു. പിന്നെ ടൈം വേസ്റ്റ് ചെയ്യാൻ നേരെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പോയി. ശിവ നല്ല കഴിവുള്ള ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. അതുകൊണ്ട് തന്നെ മേക്കപ്പ് സൈഡ് എനിക്കൊരു ടെൻഷനും ഇല്ല. പിന്നെ കുറേ നേരം ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ശരിക്കും ഞങ്ങളൊന്ന് പരിചയപ്പെടുന്നത് ഈ മേക്കപ്പ് സമയത്താണ്. ടിക്ടോക്ക് വീഡിയോ മുതലുള്ള കാര്യങ്ങളും ഷൂട്ടിനെ പറ്റിയും ട്രിവാൻഡ്രത്തിനെ പറ്റിയും ഒക്കെയായി സംസാരം. ഇതിൻ്റെ ഇടയിലും ശിവ സീരിയസ് ആയിട്ട് അവളുടെ വർക്ക് തന്നെ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ നമ്മൾ ഷൂട്ടിലേക്ക് കടന്നു. മീനൊരു ഇൻഫ്ലുവൻസർ ആയതുകൊണ്ട് തന്നെ പോസൊക്കെ നന്നായി ചെയ്യുന്നുണ്ടായിരുന്നു. ഇനി ഷൂട്ടിൻ്റെ ഡീറ്റെയിൽസിലോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ ഷൂട്ടിന് വേണ്ടി ഉപയോഗിച്ചത് കാനോൺ EOS R5 ക്യാമറയാണ്. ഇനി നമുക്ക് ബ്ലൗസ് ഡിസൈൻ ചെയ്ത അലോറ ഡിസൈൻ ബൊട്ടീക്കാണ്. മീനുവിൻ്റെ ഷൂട്ട് പ്ലാൻ ചെയ്തപ്പോഴേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഒരു ട്രഡീഷണൽ സാരി ഷൂട്ട് തന്നെയായിരുന്നു. തലയിൽ നിറയെ മുല്ലപ്പൂ വെച്ച് തുഞ്ചലത്തിന് പകരമായി മൈപ്പീലിയും കൂടി ചേർത്താണ് ഹെയർ സ്റ്റൈൽ ചെയ്തത്. ഈ സാരി എടുത്തപ്പോൾ ഈ സാരിക്ക് ഈ കളർ വേണമെന്നില്ലായിരുന്നു. പക്ഷേ കടയിൽ വെച്ച് കണ്ടപ്പോൾ തന്നെ എനിക്കിത് ഇഷ്ടമായി. പിന്നെ അതങ്ങ് എടുത്തു. പിന്നെ ഇത് സാരിയല്ല കേട്ടോ, മെറ്റീരിയൽ കട്ട് ചെയ്ത് വാങ്ങിയതാണ്. ഒരുപാട് മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. എങ്കിലും ശിവ എനിക്ക് ഇഷ്ടമാകുന്നതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളുണ്ട്. മേക്കപ്പ് കഴിഞ്ഞ് പൊടിയും തട്ടി പോകുന്ന ഒരാളല്ല ശിവ. ഷൂട്ട് കഴിയും വരെ എല്ലാം നിന്ന് സെറ്റ് ചെയ്ത് തരും. ഇടയ്ക്ക് ചില സഹായമൊക്കെ ചെയ്യാനും അവൾക്ക് ഒരു മടിയും ഇല്ല. അതുകൊണ്ട് തന്നെ ക്ലയൻറ്റും ഞാനും ഹാപ്പി ആയിരിക്കും. കുറച്ച് ടെൻഷനോട് കൂടിയാണ് ഞാൻ ഈ വർക്ക് ചെയ്തത്. ഞാൻ ഉദ്ദേശിച്ച ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ലായിരുന്നു എനിക്ക് കിട്ടിയത്. പിന്നെ ഫോട്ടോഷോപ്പ് ഉള്ള ധൈര്യത്തിലാണ് ഷൂട്ട് അങ്ങ് ചെയ്തു. ഞാൻ ഫോട്ടോസ് എഡിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഫോട്ടോഷോപ്പാണ്. പിന്നെ ഇടയ്ക്ക് ഞങ്ങൾ സ്മോക്കിൻ്റെ ഒരു പരിപാടി പ്ലാൻ ചെയ്തു. അത് അതേപോലെ തന്നെ വേണ്ടാന്ന് വെച്ചു. കാരണം ഇൻഡോർ ആയതുകൊണ്ട് തന്നെ പുക കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ എല്ലാ സ്ഥലത്തും പുകയായി ജനലും വാതിലെല്ലാം തുറന്നിടേണ്ട അവസ്ഥ വരെ എത്തി. ഈ കാണുമ്പോലേ അല്ല, ഈ വീണയ്ക്ക് ആക്ച്വലി ഒരു തരത്തിലും വെയിറ്റ് ഇല്ല. നമുക്ക് ഒരു കൈ കൊണ്ട് തന്നെ ഈസി ആയിട്ട് ഈ വീണയെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ പോസ് ചെയ്യാനും എല്ലാത്തിനും മീനുവിന് നല്ല എളുപ്പമായിരുന്നു. പിന്നെ ഞാൻ ഫോട്ടോ എടുക്കുമ്പോൾ 3-4 ടൈപ്പിലാണ് എടുക്കുന്നത്. 1 ഫോട്ടോഗ്രാഫറായ എനിക്ക് വേണ്ടി, 2 മേക്കപ്പ് അറിയാൻ മേക്കപ്പ് ആർട്ടിസ്റ്റിന് വേണ്ടി, 3 ജ്വല്ലറിക്കാർക്ക് വേണ്ടി, 4 ഡിസൈനർക്ക് വേണ്ടി. അവരൊരു വർക്ക് ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും മിക്കപ്പോഴും ഞാൻ ഫോട്ടോസ് എടുക്കാറുള്ളത്. ഒരുപാട് സമയമൊന്നും എടുക്കാതെ ഷൂട്ട് അവസാനിപ്പിക്കണം എന്നുള്ളത് ഷൂട്ട് തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ ചിന്തിച്ച കാര്യമാണ്. കുറച്ച് സമയത്തിനുള്ളിൽ നല്ല ഒരുപാട് ചിത്രങ്ങൾ കിട്ടി. അതുകൊണ്ട് എന്നെ പിന്നെ വൈകിച്ചില്ല. എപ്പോഴും പറയും പോലെ തന്നെയാണ്, ഒരു ഷൂട്ട് സക്സസ് ആവുന്നത് ഒരു ടീമിൻ്റെ ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനം കൊണ്ടാണ്. ഈ ഷൂട്ട് സക്സസ് ആയതും അതുകൊണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇരുന്നും നിന്നും ഒക്കെ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ ടിക്ടോക്കിലേക്കുള്ള കുട്ടിയില്ലേ? പിന്നെ മേക്കപ്പ് എല്ലാം റിമൂവ് ചെയ്ത് ഷൂട്ട് അവസാനിപ്പിച്ചു. അപ്പോൾ നമുക്ക് ഫോട്ടോസൊക്കെ കാണണ്ടേ? കണ്ടോളൂ.